ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ട്രിപ്പാണ്. കുറേ നാളായിട്ട്, കുറേ വർഷമല്ല, 2-3 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്. വീട്ടിൽ വെച്ച് ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞങ്ങൾ ഇറങ്ങാൻ ടൈം ഒന്നും കറണ്ട് ഇല്ലായിരുന്നു വീട്ടിൽ. അന്ന് മോർണിംഗ് പോയ കറണ്ടാണ്, വന്നില്ല. പിന്നെ പെട്ടെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഞാൻ എൻ്റെ പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുവാണ്. പിന്നെ പോകുന്ന വഴി പെട്രോളൊക്കെ അടിച്ചു, ഒരിടത്തിറങ്ങി ചായയൊക്കെ കുടിച്ചു, സമൂസയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് വീണ്ടും പോവുകയാണ്. ഇത് ഏതൊക്കെ അമ്പലങ്ങളിൽ ഉത്സവം നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ എടുത്ത് വെച്ചതാണ്. ഇത് നൈറ്റായി. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അന്ന് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ, അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എത്തിയപ്പോൾ തന്നെ 2:30 മണിയായി. ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇത് അവിടുത്തെ നെൽപ്പാടമാണ്. അവിടെ നെല്ല് കൊയ്തുകൊണ്ടിരിക്കുവാണ്. ലൈവായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇതൊക്കെ കാണുന്നത്. ഇത് ഞങ്ങൾ പോകുന്നത് അവിടെ ഏതോ അമ്പലത്തിൽ പൂരം നടക്കുവാണ്. അപ്പോൾ ആ പൂരം കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ സെയിം ഉത്സവം തന്നെയാണ്, പക്ഷേ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ പൂരം കാണുന്നത്. ഗൈസ്, അപ്പോൾ ഇത് ഞങ്ങളിവിടെ വന്നിട്ട് 2ാമത്തെ ദിവസമാണ്. ഞങ്ങളിപ്പോൾ ഉത്രാളിക്കാവ് അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നേരെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ വന്നത് മെയിൻ കാര്യം ഇതിനായിട്ടല്ല, പക്ഷേ ഇവിടെ വരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉത്രാളിക്കാവിൽ വരുന്നത്. ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ടത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ട്രാവലിംഗ് മാത്രമേ ഈ അമ്പലത്തിലോട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ വന്നത് വടക്കുന്നാഥനെ കാണാനാണ്. എന്തായാലും തൃശ്ശൂർ വരുമ്പോൾ മസ്റ്റാണ്, വടക്കുന്നാഥനെ മിസ് ചെയ്യില്ല. അപ്പോൾ ഞാനൊരു 3 ഇയേഴ്സ് മുന്നേ വന്നിട്ടുണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ. അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത്. പിന്നെ അവിടെ ഫോണൊന്നും അധികം അലൗഡ് അല്ല, എന്നാലും ഞാൻ അകത്ത് ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഈ ചേട്ടൻ വന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പടം വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ നെറ്റിയിൽ പൊട്ട് കണ്ടിട്ട് വന്ന് മിണ്ടിയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്നെ വരയ്ക്കുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പുള്ളി ട്രിവാൻഡ്രംകാരെയാണ് ഒരുപാട് വരച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ, എന്നെ ഇങ്ങനെ പൊട്ട് കണ്ടപ്പോൾ ആ പുള്ളി ശ്രദ്ധിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പടം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പടം വരച്ചു. അപ്പോൾ ഇങ്ങനെ കാണിക്കുവാണ് പുള്ളി. ആണല്ലേ? അപ്പം ഞാനത് പറഞ്ഞുതരാം, അങ്ങനെ തന്നെ പറഞ്ഞേക്കാം. ഞാനിവിടെ ഇന്നിപ്പം 2.5 വർഷമായിട്ട് വരയ്ക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് തിരുവനന്തപുരത്തുകാരാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരക്കാരെയാണ് വരച്ചേക്കുന്നത്. ഞാൻ 4000 വരെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3 വർഷം കൊണ്ട് വരച്ചേക്കുന്നതാണ്. ഇന്നിപ്പോൾ ആദ്യമേ ഇവിടെയാണ് വരച്ചേക്കുന്നത്. ഇപ്പം എന്താ പറയുക, 4221 ആൾക്കാരാണ്. അപ്പം ഇവർക്ക് എല്ലാവിധ ആശംസകളും വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് ചേട്ടൻ്റെ പിക്ക് വരയ്ക്കുകയാണ്. ചേട്ടൻ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിട്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഞങ്ങൾക്കത് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അതാണ് ഫോട്ടോ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ചെറിയ റൊട്ടേഷൻ ഇഷ്യൂ ഉണ്ട്, ഒന്ന് ക്ഷമിച്ചേക്കുക. ഒരു 4-5 മിനിറ്റ് എടുത്ത് പുള്ളി പടം വരച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതെല്ലാം പാക്ക് ചെയ്ത് പുള്ളി തന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു, കുളിച്ച് ഫ്രഷായി. നേരെ ഞങ്ങൾ പോകുന്നത് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി ഗുരുവായൂരാണ്. അങ്ങനെ വൈകിട്ട് ഗുരുവായൂരെത്തി അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കുവാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ 2 വട്ടം, എങ്കിലും ഒരുപാട് ആഗ്രഹിച്ചു. മസ്റ്റായിട്ട് ഗുരുവായൂർ വരാൻ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ വന്നത് തന്നെ. കുറേ നേരം ക്യൂ നിന്ന് ഫൈനലി ഗുരുവായൂരപ്പനെ കണ്ടു, പ്രാർത്ഥിച്ചു. ഞങ്ങൾ വന്നത് മെയിൻ ലക്ഷ്യം ഇതുമായിട്ടല്ല. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. രാവിലെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. ഞങ്ങൾ വീണ്ടും 2ാമത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓടിപ്പടങ്ങി പോകുന്നത് രസീത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് ടെൻഷനായിരുന്നു, കാരണം ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യാത്തത്. അപ്പോൾ അവിടെ രസീത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഓടുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ മണ്ഡപത്തിലേക്ക് കയറി നിൽക്കുവാണ്. എനിക്ക് എന്തെന്നില്ലാത്തൊരു ടെൻഷനോ വിഷമോ അല്ല, ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ മാരേജിൻ്റെ അന്ന് പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ കൂളായിട്ടാണ് നിന്നത്, അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചാണ് നിന്നത്. പക്ഷേ ഇതെനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ടെൻഷനായിരുന്നു അന്നത്തെ ദിവസം. അതെൻ്റെ ഫേസിൽ കാണാനും ഉണ്ട്. ആരെയെങ്കിലും ഗുരുവായൂർ നടയിൽ വെച്ച് കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണ്ടോ? താൻ മനസ്സിൽ ആരെ സ്നേഹിക്കുന്നു അയാളുമായുള്ള തന്റെ വിവാഹം നടക്കും. നടന്നത് തന്നെ.
ഞങ്ങൾ വീണ്ടും കല്യാണം കഴിച്ചു. അപ്പോൾ ഹാരം ഇടുവാണിപ്പോൾ. ഇതൊക്കെ എനിക്ക് എന്തോ ഒരു സ്വപ്നം പോലെ തന്നു. എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഫീലുണ്ട്. ഞങ്ങൾ നോർമലി കല്യാണം കഴിച്ചതിനേക്കാളും എനിക്ക് അത്രയും മനസ്സിന് സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു ടൈം തന്നെ ഞാൻ ആ എൻഗേജ്മെൻറ്റിനൊക്കെ മുന്നേ ഞാൻ നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു. മാരേജ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഇങ്ങനെ കാണുന്നത് അത് റൊട്ടേഷൻ ഇഷ്യൂ ആണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ റീൽ രീതിക്കാണ് ഞങ്ങൾ എടുത്തത്. വ്ളോഗ് ചെയ്യുന്ന രീതിക്ക് എടുക്കാൻ വിട്ടുപോയി. അതാണ് ഇങ്ങനെ റൊട്ടേഷൻ്റെ ഇഷ്യൂ വരുന്നത്. ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്താണ് ഇങ്ങനെ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ഫുഡ് കഴിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളുടെ പ്ലാനിങ് ഇതല്ലായിരുന്നു. ഞങ്ങൾ ആതിരപ്പള്ളി പോവുക അതൊക്കെയായിരുന്നു പ്ലാനിങ്. അപ്പോൾ തലേ ദിവസം ജിമ്മിലൊരു ഫംഗ്ഷനുണ്ട്. പിറ്റേന്ന് വാലൻറ്റൈൻസ് ഡേ അല്ലേ. അപ്പോൾ ഞങ്ങളായിരുന്നു ന്യൂലി മാരീഡ് കപ്പിൾ. അപ്പോൾ ഞങ്ങളോട് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു പ്ലാന് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ നേരെ ജിമ്മിൽ വന്നു. അപ്പോൾ ജിമ്മിൽ ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് വാലൻറ്റൈൻസ് ഡേ ആണ്. അപ്പോൾ ജിമ്മ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ വേഗം വീടെത്താൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി ഞങ്ങൾ ജിമ്മിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു വീട്ടിലോട്ട് പോയി. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക.